ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ എന്നത്തെയും പോലെ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നു. കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് കൊടുക്കട്ടെ, എന്നാലേ കിച്ചണിക്ക് നല്ല വെളിച്ചം കിട്ടുള്ളൂ. ഇന്ന് ഞാൻ നീർദോശയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും 2 കപ്പ് അരിപ്പൊടി 2 കപ്പ് വെള്ളം മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര 1 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ 2 സ്പൂൺ ചേർത്തത് കൊണ്ട് ഭയങ്കര മധുരമായിരുന്നു ദോശ. ഇനി വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. അതും കൂടി ചേർത്തിട്ട് നല്ലോണം അരച്ചുകൊണ്ട് വരാം. പിന്നെ ഈ ഒരു മാവ് നല്ലോണം ലൂസായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ അപ്പച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ദോശത്തവല്ലേ അതിലും ഉണ്ടാക്കാം കേട്ടോ. നല്ല നൈസായിട്ടുള്ള ദോശയാണ് കേട്ടത്. കട്ടി കുറഞ്ഞ ദോശ, നല്ല ടേസ്റ്റ് ആട്ടത്. ഇതിലേക്ക് ഞാൻ വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. ഇത് കുറച്ചും കൂടി കട്ടിയായി തോന്നിയപ്പോൾ ഒന്നും കൂടി ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വെള്ളം ചേർത്തു. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് 4 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അരക്കുമ്പോൾ 2 കപ്പ് ചേർത്തിരുന്നുള്ളൂ. പിന്നെ 2 കപ്പും കൂടിയും ചേർത്തു. അങ്ങനെ ആകെ 4 കപ്പ്. ഇനി ഞാൻ അപ്പത്തിലേക്ക് ഉണ്ടാക്കുന്നത് സോയാബീൻ കറിയാണ് കേട്ടോ. അതിന് ആദ്യം വേണ്ടത് ഒരു സവാളയാണ്. അതൊന്ന് തൊലിച്ചിട്ട് ചെറുതാക്കി കനം കുറച്ച് അരിയുക. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ആവശ്യമാണ് ഇതിലേക്ക്. അതും കൂടി ഒന്ന് തൊലിച്ചെടുക്കാം. ഇനി വെളിച്ചെണ്ണയിൽ സവാള ഒന്ന് വാട്ടിയെടുക്കണം. മീൻ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പം ഇനി സവാള വാടി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. ഒരു തക്കാളി അരിഞ്ഞതും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചുവെച്ച് വേവിക്കാം. പിന്നെ അതാ സോയാബീൻ തിളപ്പിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം. സോയാബീൻ ചേർത്തിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളും വെള്ളമൊക്കെ ചേർക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. അത്ര മസാലകൾ തന്നെ ഉള്ളൂ ഞാനിതിലേക്ക് ചേർത്തിട്ട് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കഴുകി വെച്ചിരുന്ന സോയാബീനും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. രണ്ട് വിസിലടിച്ചപ്പോൾ സോയാബീൻ വെന്തിരുന്നു കേട്ടോ. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ആവി പോയതിന് ശേഷമാണ് കേട്ടോ തുറക്കണത്. അപ്പോൾ ഇതാ നമ്മൾ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ചിരുന്നില്ല, അതുകൊണ്ട് കുറച്ചുള്ളൂ കറി. പിന്നെ കുറച്ച് മുളക് ഇട്ടിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്.
ഇത് ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. എരി കുറവാണെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റുള്ള കറിയാണ്. പിന്നെ അതാ പുളി കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 അയില കഷ്ണം ചേർത്തു, ഒരു തക്കാളി അരച്ചതും ചേർത്തു. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ചേർത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിക്കുക. പിന്നെ അതാ പൊരിക്കാനുള്ള മീനിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ചിക്കൻ കൊടുന്നിരുന്നു, അത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിന്നെ ഹോട്ടലത്തെ വെന്ത ബീഫ് കൊടുന്നിരുന്നു കേട്ടോ. അത് കൊണ്ടുവരുന്ന പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കറി ഉണ്ടാക്കൂലായിരുന്നു. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞൊന്ന് പുറത്ത് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, അതിന് വേണ്ടി പോയതാണ്. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഒരുവിധം എല്ലാ ഐറ്റംസുകളും ഇവിടെ കിട്ടും, അതുകൊണ്ട് ഞങ്ങളിവിടെ കയറിയത്. പച്ചക്കറിയും ഫ്രൂട്ട്സും പലചരക്ക് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. പിന്നെ മീൻ പൊരിക്കാൻ നിൽക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന മീനുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഞങ്ങൾ കടയിൽ പോയിട്ട് വാങ്ങിക്കൊടുന്ന സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇത് തൈരുംബേക്കാണ്. പിന്നെ അതാ കടലമുട്ടായും എള്ളുമുട്ടായും ഉണ്ട്. പിന്നെ അതാ പച്ചമാങ്ങ ഉണ്ട്. ഇതിങ്ങനെ കവറിലിട്ടിട്ട് മസാല ഇട്ട് തല്ലി പൊട്ടിക്കൂലേ, അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ കോഴിമുട്ടയും കാടമുട്ടയൊക്കെ വാങ്ങിച്ചു. കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനൊക്കെ കോഴിമുട്ട വേണം എപ്പോഴും. അതേപോലെ കാടമുട്ട സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനൊക്കെ മുട്ട മസാലയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സോയാബീനാണ്. ഈ ഒരു ചപ്പാത്തിൻ്റെ ബേക്കുണ്ടോ, ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങാണ് കേട്ടോ. ഞാൻ എപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാലും പൊള്ളച്ച് വരില്ല. അപ്പോൾ ഇതൊന്ന് വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇത് കണ്ടപ്പോൾ വാങ്ങിയതാട്ടോ. ഞാൻ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഗരം മസാല ഒരു പാക്കറ്റ് മേടിച്ചു, ഗരം മസാലൻ്റെ പൊടിയും മേടിച്ചു. അങ്ങനെ അതൊക്കെയാണ്. ഇനി സോയാബീൻ ഒരു കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വെക്കട്ടെ. അതേപോലെ ഇതൊക്കെ എല്ലാതും ഇനി ഓരോ ഭാഗത്താക്കണ പണിയാണ് കേട്ടോ. ഈ ഗരം മസാല ഞാനിങ്ങനെ ഈ കുപ്പിയിലിട്ട് വെക്കാം കേട്ടോ, പാക്കറ്റ് പൊട്ടിച്ചിട്ട്. ഇത് പൊടികൾ പാക്കറ്റോട് കൂടി ഇട്ട് വെക്കുന്ന ഒരു പാത്രമാണ്, അതിലാണ് ഗരം മസാല ഇട്ട് വെക്കണം കേട്ടോ. ഇതിൽ ബിരിയാണി മസാല ഉണ്ട്, അച്ചാറും പൊടി ഉണ്ട്, പിന്നെ ഗരം മസാല അതിൽ വെച്ചു. ഇനി ഫ്രിഡ്ജിക്ക് വെക്കാനുള്ളത് അതിലേക്ക് വെക്കട്ടെ. കാടമുട്ടയും കോഴിമുട്ടയൊക്കെ ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ കേടുവരും. തൈര് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കടലമുട്ടായി എള്ളുമുട്ടായി ഒക്കെ അവിടെ വെക്കുന്നുണ്ട്. ഈ പാത്രത്തിൽ കോഴിമുട്ടയും വെക്കും. അപ്പോൾ ഇതൊക്കെ വെക്കണമെങ്കിൽ ആദ്യം മുതൽ സ്ഥലം ഉണ്ടാക്കിയെടുക്കണം. അതിലുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെച്ചിട്ടാണ് കേട്ടോ സ്ഥലം ഉണ്ടാക്കുന്നത്. അതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അപ്പത്തിന് നമ്മളെ മീൻ വെന്തു. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും അതേപോലെ ചീനമുളകും പിന്നെ കറിവേപ്പിലയും ഉണ്ട് കേട്ടോ ഇതിൽ. ഇത് മോരിന് വേണ്ടിയിട്ടാട്ടോ. ഇതിലേക്ക് മോര് വെച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. പിന്നെ അതാ പച്ചക്കറി ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം.
അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ അത് നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ്.